السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തിനോട് വിട പറയാനൊരുങ്ങി നിൽക്കുകയാണ്. ഇനി നമ്മൾ പ്രവേശിക്കാനുള്ളത് മൂന്നാമത്തെ പത്തിലേക്കുമാണ്. ആ മൂന്നാമത്തെ പത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വിശ്വാസിക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വമ്പിച്ച ഒരു അവസരമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ആ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ അവൻ ഉണർത്തിയത് ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. ആ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരൊറ്റ ദിവസമാണ് എന്നല്ല, ഒരൊറ്റ രാത്രിയാണ് എന്നാണ്. കേവല കുറഞ്ഞ സമയങ്ങൾ ആ ദിവസത്തിൽ നമ്മൾ ആ ഒരു സമയത്തിൽ നമ്മൾ അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ 1000 മാസം നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തതിന് തുല്യമാണ് എന്നാണ്. ഒരു പേജ് ഖുർആൻ ഒരു ദിവസം അയാൾ ആ ദിവസത്തിൽ ഓതി, ആ ഒരു രാത്രിയിൽ ഓതി, 1000 മാസം അത് ഓതിയ പ്രതിഫലം അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. ഒരു സ്വതക്ക നമ്മൾ നൽകി 1000 മാസം സ്വതക്ക നൽകിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് ചെയ്യും, രേഖപ്പെടുത്തുമെന്നൊക്കെ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്റിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിലെ ഒറ്റയിട്ട രാത്രികളിൽ നിങ്ങൾ ആ ലൈലത്തുൽ ഖദറിനെ അന്വേഷിച്ചു കൊള്ളുക. ഇപ്പോൾ 10 ദിവസങ്ങളുണ്ട്. ആ 10 ദിവസത്തിൽ ഒറ്റയിട്ട രാത്രികൾ, അപ്പോൾ ഇന്ന് ഒറ്റയിട്ട രാത്രിയാണ്, ഇന്ന് മഗ്രിബോട് കൂടി കഴിഞ്ഞാൽ ആദ്യത്തെ ഒറ്റയിട്ട രാത്രി ഇന്ന് തുടങ്ങും. അതേപോലെ തന്നെ ഓരോ ഒറ്റയിട്ട രാത്രിയിലുമാണ് നിങ്ങളതിനെ അന്വേഷിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആകെ 5 ദിവസമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക. ഒരു രാത്രി ഉറക്കൊഴിച്ച് പിന്നെ ഇബാദത്തുകൾ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ലൈലത്തുൽ ഖദറിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾ കരുതും പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് തിന്മ ചെയ്യാം, ഇനി നമുക്ക് എന്ത് ഈ 5 ദിവസം കൊണ്ട് മാറിയിരിക്കാം എന്നുള്ളത്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം ഇഖ്ലാസോട് കൂടിയാണ് നമ്മൾ ആ രാത്രിയെ കിട്ടണമെന്നും അതുപോലെ തന്നെ നന്നാകണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനനുസൃതമായിക്കൊണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. ചിലപ്പോൾ ലൈലത്തുൽ ഖദർ ആണെന്ന് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്ക് അമൽ ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് ഒന്നുകൊണ്ടല്ലാതെ യാതൊന്നുകൊണ്ടും നമുക്ക് ആ രാത്രിയിൽ ഉപയോഗപ്പെടുത്താനോ അതുപോലെ തന്നെ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യാനോ ഒന്നും എന്ത് ചെയ്യില്ല, സാധിക്കില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ 10 ദിവസം കഴിവിൻ്റെ പരമാവധി അതിൻ്റെ രാത്രികളിൽ നമ്മൾ എന്ത് ചെയ്യുക, പള്ളികളിൽ കഴിച്ചു കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടുകൂടി വിശ്വാസത്തോടുകൂടി അതുപോലെ തന്നെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ ദിവസത്തിൽ രാത്രി നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുമെന്നും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ കേവലം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം 1000 മാസത്തേക്കാൾ പുണ്യമുള്ളതായി കിട്ടുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ മുൻകഴിഞ്ഞ തിന്മകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും, പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ ഓരോരുത്തരും എന്ത് ചെയ്യുക, ആ രാത്രികളിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ഇബാദത്തിലും ഖുർആൻ പാരായണത്തിലും അദ്കാറുകളിലും മറ്റൊക്കെ ആയി കഴിഞ്ഞുകൂടാൻ വേണ്ടി പരിശ്രമിക്കുക. കാരണം മറ്റു ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ സമയങ്ങളിലും ഒക്കെ നമ്മൾ എന്താണ്, ദുനിയാവിൻ്റെ ശുഗലിലായിക്കൊണ്ട് ഒരുപാട് സമയങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നറിഞ്ഞാൽ ദുനിയാവിന് വേണ്ടി എന്ത് ത്യാഗങ്ങളും സഹിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണ്. എന്നാൽ കണ്ണടച്ചത് മുതൽ നമ്മളെ കാണേണ്ടുന്ന പ്രവേശിക്കേണ്ടുന്ന ഒരു ലോകത്തിന് വേണ്ടി, അതാണ് യഥാർത്ഥമായി എന്നെന്നും നിലനിൽക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിന് വേണ്ടി കുറഞ്ഞ സമയങ്ങളെങ്കിലും നമ്മൾ മാറ്റിയെടുത്തിട്ടില്ല എങ്കിൽ
നഷ്ടം അത് മറ്റാർക്കുമല്ല, അത് നമുക്ക് മാത്രമാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഇനിയുള്ള 10 ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കാറുള്ളത് പോലെ അങ്ങേയറ്റം ഈ 10 ദിവസങ്ങളിൽ പരിശ്രമിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.